നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. വൻ ജനാവലിയോടെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കുളത്തുപുഴ YMCA ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സാബു ഇബ്രഹാം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS സലീം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. UDF പുനലൂർ മണ്ഡലം സ്ഥാനാർത്ഥി നൌഷാദ് യൂനസ്, നേതാക്കന്മാരായ കുളത്തുപുഴ സലീം, റോയി ഉമ്മൻ, മനോജ് ജി നായർ, ഷിബു വർഗീസ്, അൻസാർ നാഗൂർ, സലീം പണിക്കത്ത്, നാസർ കുടുംബല്ലൂർ, സജിൻ നാസർ, റീന ഷാജഹാൻ, സുലഭകുമാരി, തങ്കപ്പൻ കാണി, രതീഷ്, കെ ജോണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൂടിയായ സൈനബ ബിവി, സുഭിലാഷ് കുമാർ, AS നിസാം, പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ അല്പം താമസിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിൽ പോലും ഇന്ന് പുനലൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ മണ്ഡലം കൺവെൻഷനുകളും ഇന്ന് പൂർത്തിയാകും. അതോടുകൂടി നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാളെ മുതൽ വാർഡിലെ ബൂത്തുകളിലെ സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന പ്രവർത്തികൾ തുടങ്ങുകയാണ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പ്രവർത്തനങ്ങളുമായി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതിന്റെ കാരണം കേരളം ഒരു മാറ്റത്തിന് തയ്യാറായിരിക്കുന്നു. ആ മാറ്റത്തോടൊപ്പം നമ്മളില്ലെങ്കിൽ ആ മാറ്റത്തിന് മാറ്റു കുറയും എന്ന് നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ഒരു പ്രിയപ്പെട്ട നേതാവ് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കൈ ഉയർത്തുവാൻ പുനലൂരിൽ നിന്ന് നമ്മുടെ ഒരു MLA ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതലല്ല, ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കണം. കൊല്ലം ജില്ലയിലെ തന്നെ, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതിയേറിയ പഞ്ചായത്താണ് കുളത്തുപുഴ. മലയോര മേഖലയാണ്. ഡാമും ഫോറസ്റ്റും കാട്ടുപ്രദേശങ്ങളും ഗ്രാമങ്ങളുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന മലയോര മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മനുഷ്യരുടെ ഇടയിലേക്ക് കാട്ടുമൃഗങ്ങൾ നമ്മുടെ ജീവൻ തന്നെ അപായപ്പെടുത്തി നമ്മുടെ കൃഷി നശിപ്പിച്ച് പട്ടണത്തിലേക്ക് വരെ കടന്നു വരുന്ന ദുരവസ്ഥയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ജനങ്ങൾക്ക് ന്യായമായും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങളാകെ ദുരിതത്തിനും വിഷമത്തിലുമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതം പ്രഥമമായി ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം CPIM-ന്റെ നേതൃത്വത്തിൽ ഒരു തുടർ ഭരണമുണ്ടായതാണ്. 5 വർഷം ഭരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കോവിഡ് പ്രതിസന്ധിയിലായിരുന്നു. ഇങ്ങനെ വ്യാപകമായി വിശാലമായി കൂടിച്ചേരാൻ കഴിയാത്ത നിലയിലും കോവിഡ് പ്രതിസന്ധിയും ഒക്കെ ഉപയോഗപ്പെടുത്തി അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭരണകൂടം എന്ന നിലയിലാണ് ഭരണകൂടം തിരിച്ചു വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഞാൻ കടന്നു പോകുന്നില്ല. ഏറെ നേതാക്കന്മാരും അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുണ്ട്. സ്ഥാനാർത്ഥിക്ക് ഇനിയും വേറെ പല പരിപാടികളിലും പോകാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ രാഷ്ട്രീയ സാഹചര്യം അറിയുന്നവരാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത്. കേരളവും കേന്ദ്രവും ഏതാണ്ട് ഒരേ ജാതി രാഷ്ട്രീയ നേതൃത്വം ഭരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM-ന്റെ നേതൃത്വത്തിൽ കൊടുത്ത വാക്കുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങളാകെ ദുരിതത്തിനും വിഷമത്തിലുമാണ്. ജനങ്ങൾ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ, ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ, അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഗൗരവപൂർവമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ ഭരണകൂടം അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി അസഹിഷ്ണുതയില്ല. ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലില്ല. നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്ന പാർട്ടി അനുഭാവിയോട് പോലും വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമുക്ക് നിലനിൽക്കുകയാണ്. രംഗത്തിറക്കിയിരിക്കുന്നത് നൌഷാദ് യൂനസ് എന്ന് പറയുന്നത് ഒരു റിപ്രസെന്റേഷൻ മാത്രമാണ്. ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നു, ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ മുഴുവൻ ആൾക്കാരുടെയും ഒരു പ്രതിനിധി
മാത്രമാണ് ഞാൻ, അല്ലാതെ പിന്നെ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വലിയ ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടമാണ്, അങ്ങനൊന്നുമല്ല. നമ്മൾ ഒരുമിച്ചുള്ളൊരു ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഈ പോരാട്ടത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നൗ ഓർ നെവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. ഞാൻ പറയുന്ന വാക്കുകൾ ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇത്രയും നല്ലൊരു സാഹചര്യം, ഇത്രയും ജനങ്ങളെ ഇത്രയും അധികം ദ്രോഹിച്ചിട്ട് വീണ്ടും അധികാരത്തിലെത്താമെന്നുള്ള ധാർഷ്ട്യമായ മോഹം, അതിനൊരു അറുതി വരുത്താൻ മനുഷ്യനാണെങ്കിൽ നമുക്ക് തയ്യാറെടുക്കണ്ടേ, അല്ലേ? നമുക്കൊരു അന്തസ്സുണ്ടെങ്കിൽ നമ്മൾ തയ്യാറെടുക്കണ്ടേ? ഇതാണ് അതിന് പറ്റിയ അവസരം. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത് കുളത്തൂപ്പുഴ.